ജാമിയ നൂരിയയിൽ വെച്ച് ഉസ്താദ് ഖാസിമി വസ്തുതകൾ തുറന്നടിച്ചു. വസ്തുതകളല്ല, വിഡ്ഢിത്തങ്ങളും വായാടിത്തങ്ങളുമാണ് ഇയാൾ തുറന്നടിച്ചത്. എന്തേ കാരണം? ഇയാൾ എന്തേ അവിടെ വെച്ച് പറഞ്ഞത്? ഇയാൾ പറഞ്ഞത് ഈ കാന്തപുരം പറഞ്ഞതാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെന്ന്, അത് തിരിച്ചടക്കാനുള്ള കാശ് എന്നെ കണ്ടെന്ന് ഇയാൾ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഖാസിമി മൗലവി, ധർമ്മത്തുള്ള മൗലവി, AP ഉസ്താദ് അങ്ങനെ വാങ്ങാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് താങ്കൾ പ്രസംഗിച്ചില്ലേ? അതൊന്ന് കേട്ടോളൂ. ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാൻ പൈസ നിന്റെ കയ്യിലുണ്ട്, നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതല്ല ഈ പറഞ്ഞത് വസ്തുതയാണോ മൗലവി? ഈ പറഞ്ഞത് വസ്തുതയാണോ? ചോദിക്കട്ടെ, എവിടെയാണ് 2 കോടി ഞാൻ പലിശ കൊടുത്തു എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്? ബാക്കി എന്റെ കയ്യിലുണ്ടെന്ന് ഏത് പത്രത്തിൽ, ഏത് വാചകങ്ങളിൽ, ഏത് വരികളിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്ന് ആണായി പിറന്ന അധ്യക്ഷുള്ള ആർജവബോധമുള്ള സന്തോഷമുള്ള ഉമ്മക്ക് പറഞ്ഞ ഓരോട് മലയാളമല്ലിൽ കാണിക്കാൻ കഴിയുമോ? ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. വസ്തുത തുറന്നടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എവിടെ ഏൽപ്പിച്ചത് പറഞ്ഞു. പക്ഷെ അതിന് മറുപടി എന്താണ്? പയരത്തിരെന്ന് ചോദിച്ചാൽ അരിത്തിരെന്നല്ല പറയാം. എവിടെ AP ഉസ്താദ് ഇത് പറഞ്ഞു? 2 കോടി എന്റെ കയ്യിലുണ്ട്, ലോൺ എടുക്കാൻ കൊടുക്കാൻ ബാക്കി എന്റെ കയ്യിലുണ്ട് ഉസ്താദ് എവിടെ പറഞ്ഞു? അത് പറഞ്ഞു. പിന്നുള്ളത് എന്താണ്? പിന്നുള്ള പ്രശ്നം ഇവന് സിറാജിന് കുറെ പരസ്യം വന്നില്ല എന്നുള്ളതാ വലിയ മുസബുനോബിക്കാട്ട്. ഞങ്ങൾ പറയുന്നു അതൊരു പത്രമാണ്. ആ പത്രത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ പലരും ജോലിയെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും AP ഉസ്താദിന് സിറാജിന്റെ ഓഫീസിൽ പോയി അത് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടൂല. സ്വാഭാവികമായും ഒരു പത്രം നിലനിൽക്ക് ചിലപ്പോൾ ചില അപകടങ്ങൾ അതിൽ വരുമ്പോൾ ഉടനെ അത് തിരുത്തും. അത് സിറാജെന്ന് മാത്രമല്ല ഏത് പത്രത്തിന്റെയും ഒരു സാഹചര്യമാണ്. അമുസ്ലിങ്ങളും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു പത്രത്തിൽ അവരിപ്പോ പത്തൊലുമീൻ ഓടിയിട്ടല്ലല്ലോ പത്രപ്രവർത്തനം നടത്തുക. പക്ഷേ ഇത് നിഷ്പക്ഷ ബുദ്ധിയോട് ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രികാ ദിനപത്രം ബഹുമാന്യരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ സിനിമാ പരസ്യം വന്നിട്ടില്ലേ? അങ്ങനെ സിനിമാ പരസ്യം വന്നാൽ അതിന്റെ അർത്ഥം സഹോദരന്മാരെ ശിഹാബ് തങ്ങൾ സിനിമന്റെ പരസ്യം വിറ്റിട്ട് ജീവിക്കുന്നതാണോ? മുസ്ലിം ലീഗ് വളർത്തുന്നതാണോ? അങ്ങനെയൊന്നും പറയാൻ ഞങ്ങളാളല്ല. അതൊരു പക്ഷേ ശിഹാബ് തങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്ന് തന്നെ ഇല്ല. അത് പിറ്റേന്ന് പത്രം നോക്കുമ്പോഴായിരിക്കാം കാണുക. അങ്ങനത്തത് അപൂർവമായി വരാൻ പാടുള്ളൂ. എന്നും സിനിമ നടക്കുന്നത്, എന്നും സിനിമയുടെ പരസ്യം വരിക എന്നതാണ് അപകടം. പക്ഷേ ഇടയ്ക്ക് ചില പത്രപ്രവർത്തകരുടെ ചില നിലപാടുകളിൽ നിന്ന് അത്തരം പരസ്യം വരുമ്പോൾ ഇടപെടാറുണ്ട്, നിയന്ത്രിക്കാറുണ്ട്. അങ്ങനെ ഒരു പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനി ബാജിക്കുറിയോ ചന്ദ്രികാ ദിനപത്രം നോക്ക്. ആ ചന്ദ്രികാ ദിനപത്രത്തിൽ കണ്ടില്ലേ ബാജിക്കുറിയുടെ പരസ്യം? ഇതിന്റെ പേരിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പലിശ തിന്നുന്നതിനും അതുപോലെ ബാജിക്കുറിയുടെ പരസ്യം ലഭിച്ചിട്ട് തിന്നാളുമാണെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതൊക്കെ ഒരു പൊതുപ്രവർത്തനവും ഒരു സാമൂഹ്യ പ്രവർത്തനവും ബോധ്യമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന സംഗതിയാണ്. അതിന്റെ പേരിൽ കുതിര കയറാൻ പറ്റൂല. പക്ഷേ ഫലത്തിലെന്താണ്? പണ്ഡിതന്മാരോടുള്ള അസൂയ. ആ അസൂയയാണ് മനുഷ്യനെ കേടുവരുത്തുന്നത്. ആ അസൂയയാണ് മനുഷ്യനെ തകർക്കുന്നത്. അത് ഉറപ്പല്ലേ? റസൂലുള്ള പറഞ്ഞില്ലേ, അല്ലസദ് യൗതുന്നാസന കമാ യൗതുന്നാറുൽ ഹതബ. വിറക് തീ തിന്നും പോലെയാണ് മനുഷ്യന്റെ നന്മകളെ അസൂയ ഇല്ലാതെയാക്കുക. അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാനല്ല, ഖാസിമി മൗലവി തന്നെ പറയാണ്, അസൂയ മനുഷ്യനെ കേടുവരുത്തും. അസൂയയും എന്താ അസൂയയുടെ കാര്യം? ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ ഭൗതികതയെ നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിന് ഭൗതികതയിൽ താല്പര്യം വർദ്ധിക്കും. ഭൗതികതയിൽ താല്പര്യം വർദ്ധിച്ചാലോ ചെവി കൊടുവാ, ചെവി കൊടുത്ത ഉലമാ ഉമറാ അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നഷ്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. സ്ഥാനമാനത്തോടും ജനത്തോടും അസൂയയുള്ള ആളുകൾ സമുദായത്തിൽ കേടുവരുത്തുന്ന അത്ര ചെന്നായ പോലും ആടുകൂട്ടത്തെ കേടുവരുത്തുകയില്ല. ഹാക്കിം പറഞ്ഞു, ഹാക്കിം രേഖപ്പെടുത്തി, ഹബീബാനബി പറഞ്ഞു. സഹോദരന്മാരെ, ഇതല്ലേ ഇവിടെ കാണുന്നത്? സമുദായത്തിൽ ഇതല്ലേ കാണുന്നത്? ഏതെങ്കിലും ഒരു പണ്ഡിതന് ഭൗതികമായ ആദരവും ബഹുമാനം കിട്ടുമ്പോൾ അത് കിട്ടാത്തവർക്ക് അസൂയ തോന്നുകയല്ലേ? എന്നാൽ നോക്ക് നിങ്ങൾ, ഇവിടെ അസൂയ ആർക്കുള്ളത്? എവിടെ അസൂയ ആർക്കുണ്ട്? അതൊരു വിഷയമാണ് ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ. അത് തീരുമാനാക്കേണ്ടത് ആരാ? എല്ലാവർക്കും ആ വിഷയത്തിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ പറയട്ടെ. ആരപ്പതിന് മദ്യം പറയാൻ പറ്റിയത്? മദ്യം പറയാൻ പറ്റിയത് നമ്മളെ ബഹുമാനരായ അധികാരി തങ്ങൾ
അസ്ഹരി തങ്ങൾ പറയുന്നു, ആർക്കാണ് അസൂയ, ആർക്കാണ് അഹന്ത, ആർക്കാണ് വാശി എന്ന് അസ്ഹരി തങ്ങൾ പറയുന്നു. ഇതേതാണ്? ഇത് അൽ-മുനീറിന്റെ സമ്മേളന പതിപ്പാണ്. ഏതാണ് അൽ-മുനീർ? അത് പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ പട്ടിക്കാട് ജാമ്യയിൽ നിന്ന് ഇറങ്ങുന്ന അൽ-മുനീറിൽ എന്താ സഹോദരന്മാരെ ഉള്ളത്? ബഹുമാന്യരായ സാദാത്തുക്കളെയും ആനിമീങ്ങളെയും അസൂയ ആരോപിച്ചുകൊണ്ട് കുതിര കയറുമ്പോൾ അസ്ഹരി തങ്ങൾ അതിന് മറുപടി നൽകുന്നുണ്ട്. ആ അൽ-മുനീറിന്റെ ലേഖനത്തിൽ ആ തുടർന്ന ഭാഗങ്ങളിൽ അയാൾ പറയുന്നു, ശംസുൽ ശേഷം ഞാൻ സമസ്തയിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. എന്നെ പ്രസിഡന്റാക്കിയത് ശംസുൽ ഉലമയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ആ മുശാവറയിൽ ഒരുപാട് രോഗം എനിക്ക് കാണാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്താണ് കാണുന്നത്? സ്വന്തം മുശാവറയിലെ മെമ്പർമാരെ കുറിച്ച് AP ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അഭിപ്രായം ആ മഹാനില്ല. ഞങ്ങൾ ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അത്രത്തോളം അഭിപ്രായമില്ല. പക്ഷേ ചില കുശുമ്പുകാരോ അസൂയക്കാരും കൂട്ടത്തിലുണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾ ആ സാധുക്കളായ പ്രവർത്തകന്മാർക്കൊക്കെ തോന്നുന്നുണ്ട്. അസ്ഹരി പറയണം, ഇവരൊക്കെ കൽബിൽ എന്താ ഉള്ളത്? ഒന്ന് അസൂയ, പിന്നുള്ളത് വിവരക്കേടാകുന്ന രോഗം, അത് ഉറപ്പന്നെ. പിന്നെ നിഫാഖ്. അസ്ഹരി തങ്ങൾ പറയാ, ഈ സമസ്തണ്ടല്ലോ കൂട്ടരെ, അത് ജമിയത്തുൽ ഉലമയല്ല, അത് ജമിയത്തുൽ മുനാഫിഖീനാണെന്ന് ഞങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്ത വാക്ക് അസ്ഹരി തങ്ങൾ പറയാം. പിന്നെ അസൂയ എവിടെയുള്ളത്? നിങ്ങളെ കൂട്ടത്തിലുള്ളത് അസ്ഹരി തങ്ങൾ പറയാ, വിശ്വസിക്കാൻ പറ്റൂലേ? ഇനിയോ വളരെയധികം വൃത്തികെട്ട അസൂയയും അഹന്തയുമാണ് നിങ്ങളുടെ കൽബിലുള്ളത്.